IPL ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഓപ്പണർ വിരാട് കോഹ്ലിയുടെ ഒരു പ്രവൃത്തിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ. ബാറ്റിംഗിനിടെ വളരെ അപകടകരമായ പ്രവൃത്തിയാണ് കോഹ്ലി കാണിച്ചതെന്നും എന്നിട്ടും എന്തുകൊണ്ടാണ് ഓൺ ഫീൽഡിൽ അമ്പയർ ഒന്നും ചെയ്യാതിരുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. കമൻ്ററിക്കിടെയാണ് ഗവാസ്കർ ഇക്കാര്യം പറഞ്ഞത്. ബാറ്റിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായില്ല. വളരെ സ്ലോ ആയിട്ടുള്ള ഇന്നിംഗ്സ് കളിച്ചാണ് കോഹ്ലി ക്രീസ് വിട്ടത്. 35 ബോളിൽ 3 ഫോറുകളടക്കം 43 റൺസാണ് അദ്ദേഹത്തിന് നേടാനായത്. ടീമിൻ്റെ ടോപ്പ് സ്കോററും കോഹ്ലി തന്നെയാണ്. യുസ്വേന്ദ്ര ചഹലെറിഞ്ഞ 12ാമത്തെ ഓവറിൽ വിരാട് കോഹ്ലിയുടെ പ്രവൃത്തിയാണ് സുനിൽ ഗവാസ്കറിനെ ചൊടിപ്പിച്ചത്. ഓവറിലെ 5ാമത്തെ ബോളിലായിരുന്നു സംഭവം. മിഡ് വിക്കറ്റ് ഏരിയയിലെ ഗ്യാപ്പിലൂടെയാണ് കോഹ്ലി ഷോട്ട് കളിച്ചത്. തുടർന്ന് കോഹ്ലിയും ബാറ്റിംഗ് പങ്കാളിയായ ലിയാം ലിവിങ്സ്റ്റണും ഡബിളിനായി ഓടുകയും ചെയ്തു. എന്നാൽ ഈ ഡബിൾ പൂർത്തിയാക്കവേ കോഹ്ലി പിച്ചിലെ നിരോധിക്കപ്പെട്ട ഏരിയയിലൂടെ ഓടിയതാണ് ഗവാസ്കറെ ക്ഷുഭിതനാക്കിയത്. ഈ തരത്തിലുള്ള പ്രവൃത്തി പിച്ചിനു കേടുപാടുകൾ സൃഷ്ടിച്ചേക്കാമെന്നും എന്നിട്ടും എന്തുകൊണ്ടാണ് ഓൺ ഫീൽഡ് അമ്പയർ കോഹ്ലിക്ക് മുന്നറിയിപ്പ് നൽകാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. വിരാട് കോഹ്ലി വിക്കറ്റുകൾക്കിടയിലൂടെ വളരെ വേഗതയിൽ ഓടുന്നയാളാണ്. ഷോട്ട് കളിച്ചയുടൻ തന്നെ അവിടെ 2 റൺസ് ഉണ്ടെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നേരെ പിച്ചിനകത്തു കൂടിയാണ് വിരാട് ഓടിയത്. പഞ്ചാബ് കിങ്സാണ് രണ്ടാമതും ബാറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ അമ്പയർമാർ അദ്ദേഹത്തോട് ഒന്നും പറയില്ലെന്നും ഗവാസ്കർ തുറന്നടിക്കുകയായിരുന്നു. കോഹ്ലിയുടെ ഈ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഓൺ ഫീൽഡ് അമ്പയർമാർ കോഹ്ലിയോട് ഇതേക്കുറിച്ച് സംസാരിക്കാനോ മുന്നറിയിപ്പ് നൽകാനോ തയ്യാറാവാതിരുന്നത് ശരിയായില്ലെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്.